ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണിത്. അതായത് RBIയുടെ വെബ്സൈറ്റിൽ നിന്ന് നമ്മൾ നേരിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതായത് നമ്മുടെ എക്കോണമിയിൽ ഇപ്പോൾ ആഹ്, ഉള്ള നമ്മുടെ കറൻസിയുടെ സർക്കുലേഷനെ കുറിച്ചുള്ളൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്പോർട്ടാണ്. ഇത് മാർച്ച് 21, 2025 വരെയുള്ള പിന്നെ റിപ്പോർട്ടാണ് RBIയുടെ സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച്. അപ്പം അതിനകത്തിൽ നമുക്ക് കറൻസി ഇൻ സർക്കുലേഷൻ എന്നുള്ളതാണ്, എന്ന് വെച്ചാൽ എത്രമാത്രം കറൻസി നമ്മളുടെ എക്കോണമിയിൽ ഉണ്ട് എന്നുള്ള സർക്കുലേറ്റ് ചെയ്യുന്ന. അതിൽ ബാങ്ക് നോട്ട്സ് ഉണ്ട്, അത് നമ്മുടെ സാധാരണ നമ്മുടെ നോട്ടുകൾ. പിന്നെ ഇത് റുപ്പി എന്നും പറഞ്ഞാൽ കാണിക്കുന്നത്. അതുപോലെ തന്നെ കോയിൻസ് ഉണ്ട്. കോയിൻസ് ആണ് ഇത്, കോയിൻസ് ഇൻ സർക്കുലേഷൻ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു പിന്നെ എന്താണ് പറയുന്നത്, നമുക്കൊരു ഡിസ്കഷൻ ആണ് നമ്മൾ ഈ ടോപ്പിക്കിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് നോട്ട്സ് ഇൻ സർക്കുലേഷൻ എന്ന് പറയുമ്പോൾ മൊത്തവും ഇവിടെ വോള്യൂം ഉണ്ട്, അത് പീസസ് ഇൻ ലാക്സ്, ലക്ഷത്തിൽ, പിന്നെ വാല്യൂ അതിൻ്റെ റുപ്പി ടേംസിൽ. അപ്പം മൊത്തം 15,46,800 ലക്ഷം നമ്പേഴ്സ് ഉണ്ട്, എല്ലാ നോട്ടുകളും സർക്കുലേറ്റ് ചെയ്യുന്നു. അതിൽ 2000 ഒക്കെ ഉണ്ട് കേട്ടോ. 2000 ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2000-ന്റെ നോട്ട് ഇപ്പോഴും പൂർണ്ണമായിട്ടും തിരിച്ച് RBIയിൽ എത്തിയിട്ടില്ല, അത് നമുക്ക് പറയാം. അപ്പം മൊത്തം 36,77,231 കോടി രൂപയുടെ ബാങ്ക് നോട്ട്, 36,77,231 കോടി രൂപയുടെ ബാങ്ക് നോട്ട് എക്കോണമിയിൽ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് RBIയുടെ റിപ്പോർട്ട് അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് ഈ ഡിനോമിനേഷൻ ഉണ്ട്, 2 രൂപയുടെ 5 രൂപയുടെ. 2ന്റെ 5ന്റെ നോട്ട് ഇപ്പം സർക്കുലേറ്റ് ചെയ്യുന്നുണ്ടോ നമുക്കറിയില്ല. പക്ഷേ RBIയുടെ കണക്കനുസരിച്ച് ഇപ്പോഴും എക്കോണമിയിൽ 1,10,359 1,10,359 2ന്റെ 5ന്റെ നോട്ടുകൾ എക്കോണമിയിൽ ഉണ്ടെന്നാണ് പറയുന്നത്. ഏകദേശം 4,239 കോടിക്ക് തുല്യമായിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ അത് ജനറലായിട്ട് നമുക്ക്, പക്ഷേ പലരുടെ കയ്യിലും കാണുമായിരിക്കും അത്. പക്ഷേ സർക്കുലേറ്റ് ചെയ്യുന്നില്ല. 2ന്റെ 5ന്റെയും 5ന്റെ ഉണ്ടായിരിക്കും, പക്ഷേ 2 രൂപയുടെ നോട്ട് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല. 5ന്റെ ഉണ്ടായിരിക്കാം, 5ന്റെ ഉണ്ട് തീർച്ചയായിട്ടും, പക്ഷേ 2ന്റെ ഇല്ല, നമ്മൾ കാണുന്നില്ല. 2ന്റെ കോയിൻ ഉണ്ട്, പക്ഷേ നോട്ടില്ല. പക്ഷേ RBIയുടെ കണക്കനുസരിച്ച് അല്ലെങ്കിൽ റിപ്പോർട്ട് അനുസരിച്ച് 2 രൂപയുടെ നോട്ട്, ബാങ്ക് നോട്ട് സർക്കുലേഷനിലുണ്ട്. അത് തീർച്ചയായിട്ടും ലീഗൽ ടെൻഡർ തന്നെയാണ്, അത് ഡിമോണിറ്റൈസും ചെയ്തിട്ടില്ല. പിന്നെ 10 രൂപയുടെ 2,53,544, ഏകദേശം 25,354 കോടി രൂപയുടെ. 10 രൂപയുടെ അറിയാം, നമുക്ക് ജനറലി നമ്മളെല്ലാവരും അവൈലബിൾ ആണ്. 20 രൂപയുടെ 1,38,000, 10-നേക്കാൾ കുറവാണ് 20ന്റെ, 27,661 കോടി രൂപയുടെ. 10-നേക്കാൾ 20 കുറവാണ്, എണ്ണത്തിൽ കുറവാണ്, പക്ഷേ വാല്യൂവിൽ തീർച്ചയായിട്ടും കൂടുതലാണ്, 27,661. 50 രൂപയുടെ നോട്ട് ഏതാണ്ട് 98,550, 99,550, 49,275. പിന്നെ 100-ൻ്റെയാണ് 2,77,043. അതിൻ്റെ ഡിനോമിനേഷണൽ വാല്യൂ എല്ലാം കൂടെ 2,27,043 കോടി രൂപ. അത് കറക്റ്റാണ്. കറക്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് ലക്ഷം, 2,27,043 ഇൻറ്റു 100. അപ്പോൾ ഇത്രയും കോടി രൂപയുടെ മൂല്യം ഇക്വലൻ്റ് ആയിട്ടുള്ളത് സർക്കുലേഷനുണ്ട്. പിന്നെ 200 രൂപയുടെ 85,375. നമുക്കറിയാം 200-ൻ്റെ പൊതുവെ നമുക്ക് 100-നേക്കാൾ കുറവാണ്. കാരണം ഇവിടെ ഈ നമ്പർ നോക്കിയാൽ തന്നെ അറിയാം, 100-ൻ്റെ കറൻസിയാണ് കൂടുതൽ സർക്കുലേറ്റ് ചെയ്യുന്നത്. 200-ൻ്റെ സർക്കുലേഷൻ കുറവാണ്, 85,375 ഉള്ളൂ. മൊത്തം വാല്യൂ 1,70,70,751 കോടി രൂപ. പിന്നെ 500-ൻ്റെയാണ് ഏറ്റവും കൂടുതൽ, ഇപ്പോൾ നിലവിലുള്ളതിൽ ഏറ്റവും കൂടുതൽ സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നത് 500-ൻ്റെയാണ്. അത് 6,33,302 എണ്ണം ഉണ്ട്. 31,66,511 കോടി രൂപയുടെ വാല്യൂനുണ്ട്. പിന്നെ 2000-ൻ്റെ നോട്ട് സർക്കുലേറ്റ് ചെയ്യുന്നില്ല, പക്ഷേ ഇപ്പോഴും എക്കോണമിയിൽ നിന്ന് തിരിച്ച് RBIയിലേക്ക് വരാത്ത എണ്ണമാണ് 320, 320 എണ്ണവും. പിന്നെ അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6,396.
6396 കോടിയാണ്. കോടി. കാരണം പൂർണ്ണമായിട്ടും 2000 രൂപയുടെ നോട്ടുകൾ RBIയിലേക്ക് തിരിച്ചു തന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഇപ്പോഴും എക്കോണമിയിൽ സർക്കുലേറ്റ് ചെയ്യുന്നതല്ല, എക്കോണമിയിലുണ്ടത് ആരുടെയൊക്കെ കൈകളിലുണ്ടായിരിക്കാം. ഇപ്പം അത് ഈ സറണ്ടർ ചെയ്യാത്ത നോട്ടുകളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ RBIയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഇപ്പോഴും ഇത്രയും കോടി രൂപയുടെ, അല്ലെങ്കിൽ 320, ഇത് 320 എണ്ണമായിരിക്കും അല്ലേ? 320 എണ്ണമായിരിക്കും. ഓക്കെ. അപ്പോൾ ടോട്ടൽ 15,46,800. ഇത് മാർച്ച് 21 വരെയുള്ള കണക്കാണ്. അതിൻ്റെ മൊത്തം വാല്യൂ 36,77,321. അപ്പം ഇത്രയും കോടി രൂപ നമ്മുടെ ബാങ്ക് നോട്ട്സ് എക്കോണമിയിൽ സർക്കുലേഷനിലുണ്ട്. അല്ലെങ്കിൽ ഇതിനകത്ത് സർക്കുലേഷനിൽ ഇല്ലാത്തത് 2000-വും 2-ൻ്റെ നോട്ടായിരിക്കാം. 2000-ൻ്റെ നോട്ട് സർക്കുലേഷൻ ഇല്ല. പക്ഷേ RBIയുടെ വെബ്സൈറ്റിൽ ഇപ്പോഴും അത് ഈ പറഞ്ഞ ഒരു ലീഗൽ ടെൻഡറായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ലീഗൽ ടെൻഡറായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പം അത് ഞാൻ കാണിക്കാതെ, ഒരു മിനിറ്റ് ഒന്ന് നോക്കിക്കോട്ടെ, അത് കിട്ടുമോ നോക്കട്ടെ. ഒരു സെക്കൻഡ്. കാരണം RBIയുടെ വെബ്സൈറ്റിൽ അത് ഞാൻ കണ്ടാണ് ലീഗൽ ടെൻഡറായിട്ട് തന്നെ നിലനിൽക്കുന്നതായിട്ട്. കറൻസിയുടെ എന്താണ് ഇവിടെയാണ് നോക്കട്ടെ. വിഡ്രോവൽ ഓഫ് ഇത് നോക്കാം. ഇവിടെ നോക്കാം സ്റ്റാറ്റസ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ദ 2000 ബാങ്ക് നോട്ട്സ് കണ്ടിന്യൂ ടു ബി ലീഗൽ ടെൻഡർ എന്നാണ്. അതായത് ഏപ്രിൽ 1 പിന്നെ അവരുടെ പ്രസ് റിലീസാണ് പറഞ്ഞത്. എന്നുവെച്ചാൽ 2000 നോട്ട് ഇപ്പോഴും ലീഗൽ ടെൻഡറാണെന്നാണ് കാണിച്ചിരിക്കുന്നത്. ലീഗൽ ടെൻഡർ എന്ന് പറഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും എക്സ്ചേഞ്ച് ചെയ്യാം എന്നുള്ളൊരു ഇതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പിന്നെ ഈ പറഞ്ഞ 2000-ൻ്റെ 6,366 കോടി രൂപ ഇപ്പോഴും തിരികെ എത്താനുണ്ട്. 98.21% തിരികെ എത്തി. ബാക്കി 98 പോയിട്ട് 2% അല്ല, ഏകദേശം 1% 98.21% 2000-ൻ്റെ നോട്ട് തിരികെ RBIയുടെ കയ്യിലെത്തിയിട്ടുണ്ട്. ബാക്കിയുള്ളതാണ് ഈ എക്കോണമിയിലുള്ളത്. പക്ഷേ അത് സർക്കുലേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അതെല്ലാം കൂടെ നമ്മൾ നോക്കുമ്പോഴാണ് നമ്മൾ ആദ്യം പറഞ്ഞ റിപ്പോർട്ടിൽ 6,000 കോടി രൂപ, ഏകദേശം 6,366 കോടി രൂപയാണ്. ഓക്കെ. ഏകദേശം 3.56 ലക്ഷം കോടി രൂപയുടെ 2000 നോട്ടിൻ്റെ സർക്കുലേഷൻ ഉണ്ടായിരുന്നു മെയ് 19, 2023 വരെ. ഓക്കെ, അതിപ്പോൾ ഞാൻ ഇവിടെ പറയുന്നില്ല. അത് നമുക്ക് അപ്പോൾ അതിനകത്ത് ബാങ്ക് ഇത് ലീഗൽ ടെൻഡറാണ്, കണ്ടിന്യൂ ടു ബി ലീഗൽ ടെൻഡർ എന്ന് ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ എന്താണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു ഉദ്ദേശം നമുക്ക് മനസ്സിലാകത്തില്ല. പക്ഷെ നമുക്ക് ഒരിടത്ത് ഇപ്പം 2000 സ്വീകരിക്കുന്നില്ലെന്നു അല്ലേ? കറൻസി മാനേജ്മെൻറ്റ് എവിടെ ആയിരുന്നത്? കറൻസി ഡേറ്റ അയക്കത്തില്ലായിരുന്നു. ഓക്കെ, കറൻസി ഇൻ സർക്കുലേഷൻ. ഓക്കെ. അപ്പോൾ ഇതാണ് 2000-ൻ്റെ 320, 6,396 രൂപ, 6,396 കോടി രൂപയുടെ നോട്ട് എക്കോണമിയിലുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇതാണ് ബാങ്ക് നോട്ടിനെ കുറിച്ചുള്ളൊരു ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് RBIയുടെ പറഞ്ഞല്ലോ. അപ്പോൾ മൊത്തം 36,77,231 കോടി രൂപയുടെ ബാങ്ക് നോട്ട്സ് ഇൻ സർക്കുലേഷൻ ഉണ്ട്. എല്ലാ ഡിനോമിനേഷൻ ഉൾപ്പെടെ 2, 5, 10, 20, 50. നമുക്കറിയാവുന്നത് 5 ഉണ്ട്, വളരെ കുറവാണ്. 10, 20, 10 വളരെ വ്യാപകമായിട്ടുണ്ട്. 20 ഉണ്ട്, 50 ഉണ്ട്, 100 200 വളരെ കുറവാണ്. 500 ഏറ്റവും കൂടുതൽ ഡോമിനേറ്റ് ചെയ്യുന്നത്. 500. 2000 ഉണ്ട്, പക്ഷേ ഇത് തിരിച്ചെത്താത്ത നോട്ടിൻ്റെ എണ്ണമാണ് 2000 എന്ന് പറയുന്നത്. പക്ഷേ എക്കോണമിയിൽ നമുക്ക് സർക്കുലേഷൻ ഇല്ല, ആരും എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല. പിന്നെ ഇത് റുപ്പീസ് ഇൻ സർക്കുലേഷനാണ്. അതിനെക്കുറിച്ച് നമുക്ക് വലിയ കാര്യമാക്കണ്ട. പിന്നെ നമുക്ക് കോയിൻ്റെ കാര്യം നോക്കാം. കോയിൻസ് ഇൻ സർക്കുലേഷൻ. കോയിൻസ് ഇൻ സർക്കുലേഷൻ നമുക്കറിയാം 1-ൻ്റെ ഉണ്ട്, 2-ൻ്റെ ഉണ്ട്, 5 ഉണ്ട്, 10 ഉണ്ട്, 20 ഉണ്ട്. ഈ 1, 2, 3, 4, 5 ഈ 5 ഡിനോമിനേഷനുള്ള കോയിൻസ് ആണ് സർക്കുലേഷനുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഏതിലാണുള്ളത് നോക്കുകയാണെങ്കിൽ 1-ൻ്റെ കോയിനാണ് ഏറ്റവും കൂടുതൽ എണ്ണം. 5 ലക്ഷത്തി പിന്നെ എന്ത് സ്മോൾ കോയിൻസ്
സ്മോൾ കോയിൻസ് പറഞ്ഞാൽ ഒന്നിന് താഴെയുള്ള നമ്മുടെ 50 പൈസയോ അല്ലെങ്കിൽ 25 പൈസയൊക്കെ ആയിരിക്കും. അതവിടെ പറഞ്ഞിട്ടില്ല. സ്മോൾ കോയിൻസിന് പറഞ്ഞിട്ടുള്ളൂ. അത് 1,47,880 700 കോടി രൂപയുടെ മൊത്തം വാല്യൂ ഉണ്ട് അതിന്. 1 രൂപയുടെ കോയിന് 5,38,548. അത് 5,385 കോടി രൂപ. പിന്നെ 2ന്റെ കോയിനാണ് രണ്ടാമത് ഏറ്റവും കൂടുതലുള്ളത്. ആം, ഒന്ന് കഴിഞ്ഞിട്ട് 2ന്റെ കോയിനാണ് ഏറ്റവും കൂടുതൽ. 3,64,454. 7,289 എണ്ണത്തിലാണ് 2ന്റെ കൂടുതൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത്. 5ന്റെ കോയിന് 2,15,954. പക്ഷേ അതിൻ്റെ മൂല്യം ആണ് ഏറ്റവും കൂടുതൽ 5ന്റെ കോയിനാണ്. എന്ന് വെച്ചാൽ 10,798 കോടി രൂപയുടെ 5ന്റെ കോയിനുണ്ട്. അതാണ് ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് മൂല്യത്തിൽ. എണ്ണത്തിൽ 1ൻ്റെയാണ്, മൂല്യത്തിൽ 5ന്റെ കോയിന്. പിന്നെ 10ന്റെ 83,263 എണ്ണം ഉണ്ട്. അതിൻ്റെ വാല്യൂ 8,326 കോടി രൂപയാണ്. 20ന്റെ 20,060 ഏറ്റവും കുറവ് അതിനാണ്. 20ന്റെ കോയിനാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ കോയിൻ എൻ്റെ കിട്ടിയിട്ടില്ല. 10ൻ്റെയും വളരെ റയറായിട്ടൊക്കെ കിട്ടാറുള്ളൂ. 5ന്റെ, 1ന്റെ, 2ന്റെ ഒക്കെ വളരെ വ്യാപകമാണ്. അപ്പം 20ന്റെ 20,060 എണ്ണേ ഉള്ളൂ. ഇന്ത്യയിൽ മൊത്തമാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ ഓരോ വ്യക്തിയുടെ കിട്ടാനുള്ള ഒരു പോസിബിലിറ്റി വളരെ കുറവാണ്. 4,012 കോടി രൂപയാണ് മൊത്തം മൂല്യം. അപ്പം നോട്ട് മൊത്തം, കോയിൻ മൊത്തം 13,70,158 എണ്ണം ഉണ്ട്. അതിൻ്റെ മൂല്യം 36,511 ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് എന്നാൽ അവസാനമായി RBI പബ്ലിഷ് ചെയ്ത ഡേറ്റ, കറൻസി ഇൻ സർക്കുലേഷനെ കുറിച്ചുള്ള ഡേറ്റ, അതായത് മാർച്ച് 21, 2025 വരെയുള്ള റിപ്പോർട്ടാണ്. ബാങ്ക് നോട്ട്സ് ആണ് ഏറ്റവും കൂടുതൽ. 36,77,231 കോടി രൂപയുടെ ബാങ്ക് നോട്ട്സ് ഉണ്ട്. കോയിന് 36,511 കോടി രൂപയുടെ കോയിനുണ്ട്. പിന്നെ ഇത് ഈ റുപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് എനിക്ക് ക്ലാരിറ്റി ഇല്ല. അത് പിന്നെ ഡിജിറ്റൽ കറൻസി വല്ലതായിരിക്കും അത്. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മളുടെ നോട്ട്സ് ഇൻ കറൻസി ഇൻ സർക്കുലേഷനെ കുറിച്ചുള്ളൊരു ബ്രീഫായിട്ടുള്ള പിക്ചർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കാരണം ഇത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ളൊരു ഡേറ്റയാണ്, ഇൻഫർമേഷനാണ്. അപ്പം നമ്മൾ ഒരു പൗരൻ അല്ലെങ്കിൽ ഒരു ഇന്ത്യക്കാരൻ എന്ന രീതിയിൽ ഇതിനെക്കുറിച്ചുള്ള ഒരു ക്ലാരിറ്റി അല്ലെങ്കിൽ ഒരു മിനിമം ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു അറിവ് നമുക്കുണ്ടായിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ അത് ഉദ്ദേശിച്ച് മാത്രം ഞാനത് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ RBIയുടെ വെബ്സൈറ്റാണിത്. RBIയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ നമ്മുടെ എക്കോണമിയുടെയും മണി മാറ്റേഴ്സ് കറൻസിയെക്കുറിച്ചൊക്കെ ഉള്ള കൃത്യമായിട്ടുള്ള ഡേറ്റ നമുക്ക്, അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഡേറ്റ നമുക്ക് ലഭ്യമാണ്. ഇത് RBIയുടെ വെബ്സൈറ്റാണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വെബ്സൈറ്റ്. അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ഡീറ്റെയിൽസ് ഏത് വേണമെങ്കിലും നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കറൻസിയെക്കുറിച്ച്. അപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, 2ന്റെ കറൻസി നോട്ടില്ല, കാണാനില്ല. അതുപോലെ 2000ൻ്റെ ഇല്ല. 2000ൻ്റെ RBIയുടെ റിപ്പോർട്ട് അനുസരിച്ച് 2ൻ്റെയും 2000 സർക്കുലേഷനിലുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ 2000 തിരിച്ചെത്താത്ത നോട്ടുകളാണ്. കാരണം അത് ഡീമോണിറ്റൈസ് ചെയ്തായിരുന്നല്ലോ 2000. അതിനകത്തിൽ ഇനിയും RBIയുടെ കയ്യിലേക്ക് ചെല്ലാത്ത നോട്ടുകൾ 6,396 കോടി രൂപയ്ക്ക് തുല്യമായിട്ടുള്ള നോട്ടുകൾ ചെല്ലാനുണ്ട്. മുമ്പേ നമ്മൾ നോക്കിയാണ് ഇവിടെ. ഇവിടെ നമ്മൾ കണ്ടതാണ്. പിന്നെ എന്നാണിത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2023 ആണിത് RBI ഇത് ചെയ്തത്. എന്താണ് പറയുന്നത്, അതിനുള്ള ഈ പറഞ്ഞ ഇത് വിത്ഡ്രോ ചെയ്യാൻ വേണ്ടി. അതിനുശേഷം RBIയിലേക്ക് തിരിച്ച് ചെന്നിരിക്കുന്നത് മൊത്തം അന്ന് നിലവിലുണ്ടായിരുന്ന ബാങ്ക് നോട്ട്സ് ഇൻ സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ 3.56 ലക്ഷം, 3,56,000 കോടി രൂപയായിരുന്നു. അത് മെയ് 19, 2023 വരെ. അപ്പം അത് 98.21% RBIയിലേക്ക് അല്ലെങ്കിൽ ഗവൺമെൻറ്റിലേക്ക് തിരിച്ചു തന്നിട്ടുണ്ട്. ബാക്കി ഇപ്പോഴും എക്കോണമിയിലുണ്ട്. അപ്പോൾ ആ എക്കോണമിയിലുള്ള 2000 നോട്ടിൻ്റെ അളവാണ് 6,396. ഇത്
പിന്നെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാടലുണ്ടോ ഇല്ലയോ നമുക്കറിയില്ല, അല്ലെങ്കിൽ എക്കോണമിയിൽ എവിടെയെങ്കിലും ഉണ്ടോ ഇല്ലെന്ന് അറിയില്ല. പക്ഷേ ആർ ബി ഐയിലേക്ക് തിരിച്ചു തന്നിട്ടില്ല അവരുടെ കണക്കനുസരിച്ച്. കാരണം അവർ പണ്ട് അത് 2000 രൂപ പ്രിന്റ് ചെയ്ത് സർക്കുലേറ്റ് ചെയ്ത് ആ, അതിൻ്റെ വോളിയവും വാല്യൂവും അവരുടെ ആർ ബി ഐയുടെ കയ്യിൽ ഡേറ്റ ഉണ്ടല്ലോ, അതേ മൈനസ് തിരിച്ച് അവരുടെ കൈകളിൽ എത്തിയിട്ടുള്ള നോട്ടിൻ്റെ വോളിയം വാല്യൂവും തമ്മിൽ നോക്കുമ്പോൾ ഈ ഡിഫറൻസ് അവർക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർ പറയുന്നത് ഇത് സർക്കുലേഷനിലുണ്ടെന്ന് പറയുന്നത്. സർക്കുലേഷൻ മീൻസ് എക്കോണമിയിലുണ്ടെന്ന് പറയുന്നത്. എക്കോണമിയിൽ ഉണ്ടായിട്ട് കാര്യമില്ല. പക്ഷേ ഇപ്പോൾ അതൊരു എക്സ്ചേഞ്ച് ചെയ്യാൻ, കാരണം ഒരിടത്തും നമുക്ക് കാണാൻ സാധിക്കത്തില്ല, എക്സ്ചേഞ്ച് ചെയ്യാൻ ഒരിടത്തും നമുക്ക് 2000 അവൈലബിൾ അല്ല. പക്ഷേ ഇവിടെ ആർ ബി ഐയുടെ പിന്നെ പ്രസ് റിലീസ് ഏപ്രിൽ 1 പ്രസ് റിലീസിൽ ഇതാണ് ഇവിടെ പറയുന്നുണ്ട്, 2000-ന്റെ ബാങ്ക് നോട്ട്സ് കണ്ടിന്യൂ ടു ബി ലീഗൽ ടെൻഡർ എന്ന് പറയുന്നുണ്ട്. ലീഗൽ ടെൻഡർ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കത് സാധാരണ മറ്റ് കറൻസികൾ കൈകാര്യം ചെയ്യുന്ന പോലെ ഇതും കൈകാര്യം ചെയ്യാമെന്നുള്ളതല്ലേ. അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് ഇപ്പോഴും ഒരുപക്ഷെ ബാങ്കിൽ കൊണ്ട് അത് സറണ്ടർ ചെയ്യാൻ സാധിക്കുമായിരിക്കും എന്നുള്ളതായിരിക്കും. എന്നാലും അതിൻ്റെ കാലാവധി ഇപ്പോൾ കഴിഞ്ഞു. ഇനിയിപ്പോൾ അത് ഓൾമോസ്റ്റ് അതൊരു ഫിനിഷ്ഡ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. പക്ഷേ ആർ ബി ഐയുടെ റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഇതാണ് അതിൻ്റെ പിക്ചർ എന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ 2 രൂപയുടെ ബാങ്ക് നോട്ട് നമുക്ക് കാണാനില്ല ഒരിടത്തും. അതും ഈ പറഞ്ഞ 4239 കോടി രൂപയ്ക്ക് തുല്യമായിട്ടുള്ള അല്ലെങ്കിൽ 1,10,350 ഇപ്പോഴും എക്കോണമിയിലുണ്ട് എന്നാണ് പറയുന്നത്. കാണും പല ആൾക്കാരെല്ലാം പഴകിയ നോട്ടും ഒക്കെ ആയിട്ട് ചിലപ്പോൾ കാണും. ആരും അത് എക്സ്ചേഞ്ച് ചെയ്യാത്തതാണ്. അപ്പം അതും ഡീമോണിറ്റൈസ് ചെയ്തിട്ടില്ല. അതിപ്പോഴും ലീഗൽ ടെൻഡർ ആയിരിക്കും. അതുകൊണ്ടായിരിക്കും തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് പറയുന്നത്. കാരണം ഡീമോണിറ്റൈസ് ചെയ്ത് നോട്ടിൻ്റെ കാര്യം, ഡീമോണിറ്റൈസ് ആണെങ്കിൽ പിന്നെ ഇതിൻ്റെ റിപ്പോർട്ട് അങ്ങനെ റിപ്പോർട്ടിനത് ഉൾപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഡീമോണിറ്റൈസ് ചെയ്ത് സർക്കുലേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല ഒരിക്കലും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കറൻസി ഇൻ സർക്കുലേഷനെ കുറിച്ചുള്ളൊരു നമ്മളുടെ എക്സ്പ്ലനേഷൻ. അപ്പോൾ ഇത് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റ് വരുന്നതനുസരിച്ച് നമുക്ക് ഇതുപോലുള്ള ടോപ്പിക് വീഡിയോ ആയിട്ട് അവതരിപ്പിക്കുകയും നിങ്ങളുടെ മുമ്പിൽ അത് പ്രസൻറ്റ് ചെയ്യാനും ശ്രമിക്കാം. അപ്പോൾ ഇത്രയും തൽക്കാലം പറഞ്ഞുകൊണ്ട്, ഇത് ആർ ബി ഐയുടെ വെബ്സൈറ്റാണ്. ഈ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഇതുപോലുള്ള ഡീറ്റെയിൽസ് ഡേറ്റ നമുക്ക് അവൈലബിൾ ആണ്. നമ്മുടെ എക്കോണമിയെക്കുറിച്ച് ഉള്ള മൊത്തം റിപ്പോർട്ടുകളും പലതരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള മേഖലകളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ, നമ്മുടെ ഫോറിൻ ഡെറ്റിനെ കുറിച്ചും ഫോറിൻ കറൻസിയെക്കുറിച്ചും നമ്മുടെ GDP-യെക്കുറിച്ചും ഒക്കെ ഉള്ള റിപ്പോർട്ടുകൾ നമുക്ക് അതിനകത്ത് ലഭ്യമാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമ്മൾ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഹാവ് എ വണ്ടർഫുൾ ഡേ.